ഹായ് ഓൾ. തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കാനുള്ളത് എന്നാണ് ടാരോയിഡ് ചോദിക്കാൻ പോകുന്നത്. 2 കാർഡ് സ്പ്രെഡാണ് ഞാൻ എടുക്കുന്നത്. തീരുമാനമെടുക്കും മുമ്പ് ഞാൻ എന്താണ് അറിയേണ്ടത്? യൂണിവേഴ്സ് എന്നിൽ എന്ത് സന്ദേശമാണ് അയക്കുന്നത്? നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. പേജ് ഓഫ് സോർട്സ്, 7 ഓഫ് സോർട്സ് എന്നീ കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പേജ് ഓഫ് സോർട്സ്, 7 ഓഫ് സോർട്സ് എന്നീ കാർഡുകളിലൂടെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. വ്യക്തമായി നമുക്ക് ഈ കാർഡിൻ്റെ ആശയം നോക്കാം. നിങ്ങൾ എടുത്തുചാട്ടത്തോടു കൂടി ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കണ്ട, തിടുക്കപ്പെടേണ്ട. പെട്ടെന്ന് നിങ്ങൾക്കൊരു ആവേശമൊക്കെ തോന്നുമെങ്കിലും ചാടിക്കേറി ഒരു തീരുമാനം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ട് ഡിസിഷൻ എടുക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിൽ നിങ്ങൾ വിജയിക്കണമെന്നില്ല. അതുകൊണ്ട് എടുത്തുചാട്ടം അല്ലെങ്കിൽ നിങ്ങൾ ആവേശത്തോടു കൂടി പെരുമാറുന്ന ആ ഒരു ചിന്താഗതി മാറ്റുക. കാരണം ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് 7 ഓഫ് സോഡാണ്. ഈ 7 ഓഫ് സോഡ് എന്ന് പറയുന്ന കാർഡിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു വഞ്ചനയും രഹസ്യ നീക്കങ്ങളെയും നമ്മുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പതിയിരിക്കുന്ന നീക്കങ്ങൾ നമുക്ക് പിന്നിലായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ നമുക്ക് തന്നെ തിരിച്ചടിയായി മാറുന്നുണ്ട്. അതുകൊണ്ട് ചുറ്റുപാടുകളെയും നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കാണ്ട് ഇപ്പോഴത്തെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും എനിക്ക് അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന രീതിയിൽ ആവേശത്തോടു കൂടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്ക് വിഷമകരമായ ഘട്ടങ്ങളെയും വിഷമകരമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ പിന്നിൽ പതിയിരിക്കുന്ന നീക്കങ്ങളെയും മുന്നേറ്റങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊഴിൽ രംഗത്തായിരുന്നാലും നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളുമായുള്ള ബന്ധങ്ങളിൽ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ സംഭാഷണങ്ങളിലായിരുന്നാലും എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു എടുത്തുചാട്ടം നല്ലതല്ല. പതിയിരിക്കുന്ന നീക്കങ്ങളെയും പതിയിരിക്കുന്ന ശത്രുഭാവങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുക. അതറിഞ്ഞുകൊണ്ട് ആലോചിച്ച് ബുദ്ധിപൂർവം പ്രവർത്തിക്കുക എന്ന ഒരു സന്ദേശമാണ് ഈ കാർഡുകൾ നൽകുന്നത്. അതായത് എടുത്തുചാട്ടം ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് പിന്നിൽ പതിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെയും നീക്കങ്ങളെയും ശത്രുഭാവങ്ങളെയും അല്ലായെങ്കിൽ പതിയിരിക്കുന്ന പഴുതുകൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇവിടെ നോക്കിക്കേ, വാളുകൾ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ തനിക്ക് തന്നെ അതൊരു അപകടമായി മാറും. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് തന്നെ ദോഷകരമാകാതിരിക്കാനും നിങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നീക്കങ്ങളെയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കി വ്യക്തമായ ധാരണയോടുകൂടി ചിന്തിച്ച് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത്.